പലതരം ചേരുവകൾ. ഞാനിന്ന് ഹോട്ട് മിൽക്ക് ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നേക്കുന്നത്. ടീ കേക്ക് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ബീറ്റർ ഓവണോ ഒന്നും നമുക്ക് വേണ്ട. ബേക്ക് ചെയ്യാനും മാക്സിമം ഒരു 30 മിനിറ്റ് മതി. പെട്ടെന്ന് ബേക്കായി കിട്ടും. നല്ല ടേസ്റ്റി ആട്ടോ, നല്ല സ്പഞ്ചിയാണ്. റെസിപ്പി തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം തന്നെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ 3/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ നമുക്ക് വേണ്ടത് കൊക്കോ പൗഡർ ആണ്. ചോക്ലേറ്റ് കേക്ക് ആണല്ലോ ഉണ്ടാക്കുന്നത്. 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ എടുക്കുമ്പോൾ നല്ല കമ്പനിയുടെ തന്നെ സെലക്ട് ചെയ്യാം. ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഈ പൊടിയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് എയർ കയറാൻ ഇത് സഹായിക്കും. അപ്പൊ നമ്മുടെ കേക്ക് നല്ല സ്ട്രക്ചർ കിട്ടും. ഇനി നമുക്ക് എഗ്ഗിന്റെ ഒപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ നിങ്ങളുടെ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലാത്തവര് മിക്സിയുടെ ജാറിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചിടാം. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ആയിരിക്കണം കേട്ടോ. ആദ്യം തന്നെ 7 സെക്കൻഡ്, വെറും 7 സെക്കൻഡ് ഹൈ സ്പീഡിൽ ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ടെടുക്കാം. വീണ്ടും ഒരു 2 സെക്കൻഡ് ബ്ലെൻഡ് ചെയ്യാം. ഈ ബ്ലെൻഡ് ചെയ്യുന്നതൊക്കെ ഹൈ സ്പീഡിൽ തന്നെ ചെയ്യാം കേട്ടോ. 2 സെക്കൻഡിന് ശേഷം ഇനി ഇതിലേക്ക് പഞ്ചസാര കൂട്ടി ബ്ലെൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ പഞ്ചസാര 3/4 കപ്പ് ആദ്യം തന്നെ എടുത്ത് പൊടിച്ചെടുത്തതാട്ടോ ഇത്. പഞ്ചസാര അങ്ങനെ തന്നെ ഇട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഒത്തിരി നേരം നമ്മൾ ബ്ലെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ മിക്സിയുടെ ജാർ ചൂടൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ 3/4 കപ്പ് പഞ്ചസാര എടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ച പഞ്ചസാര ഒരു കപ്പിന് 2 ടേബിൾ സ്പൂൺ താഴെയായിട്ട് ഉണ്ടാവും കേട്ടോ. ഇനി ഇതില് പകുതി പഞ്ചസാര ആദ്യം ഇട്ട് 7 സെക്കൻഡ് ഹൈ സ്പീഡിൽ ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇട്ട് വീണ്ടും 7 സെക്കൻഡ് തന്നെ ബ്ലെൻഡ് ചെയ്യാം. മിക്സിയുടെ ജാറിൽ ഓവറായിട്ടിട്ട് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് കിട്ടില്ല. അപ്പൊ ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്യാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതും കൂടി ഇട്ട് ഒരു 7 സെക്കൻഡ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ്ഗിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് സാവധാനം മിക്സ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ പകുതി ബാറ്റർ ഇട്ട് കൊടുക്കുക. സാവകാശം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ബാറ്ററും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി ബലം പിടിച്ച് മിക്സ് ചെയ്യണ്ട കേട്ടോ. കംപ്ലീറ്റ് മിക്സ് ആവാനായിട്ട് നമുക്ക് ഇതിൽ ഹോട്ട് മിൽക്കും കൂടി ഇടാനുണ്ട്. അപ്പോൾ സാവകാശം ജസ്റ്റ് ഒന്ന് കൂടിച്ചേരാൻ കണക്കിന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. അപ്പൊ കംപ്ലീറ്റ് മിക്സ് ആയിട്ടില്ലെങ്കിലും ഇനി മിക്സ് ചെയ്യാൻ നിൽക്കണ്ട. ബാക്കി ഹോട്ട് മിൽക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഹോട്ട് മിൽക്ക് റെഡിയാക്കാം. അതിനായിട്ട് 1/2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പാല് തിളയ്ക്കാൻ വെക്കണ സമയത്ത് തന്നെ ഞാനിവിടെ പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാനാണ്. അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. കുക്കർ ആയാലും മതി. അതിൻ്റെ അകത്തൊരു സ്റ്റാൻഡും കൂടി വെച്ച് ചൂടാവാനായിട്ട് വെക്കാം. ഇനി നമ്മൾ തിളപ്പിച്ചെടുത്ത പാല് നേരെ നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ 3/4 ഭാഗത്തോളം പാൽ ഒഴിച്ചെടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഒരുപാട് ലൂസായ ബാറ്ററി ആയിട്ട് തോന്നാന്നുണ്ടെങ്കിൽ ബാക്കി പാൽ ഒഴിക്കണ്ട. എനിക്കത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. 1/2 കപ്പ് പാല് തിളപ്പിച്ചത് കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. കേക്ക് ടിന് നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ തേച്ച ശേഷം ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കാം. എൻ്റെ കയ്യിൽ ഇപ്പൊ ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നില്ല. പിന്നെ പേപ്പറൊക്കെ കട്ട് ചെയ്ത് എടുക്കാനുള്ള ടൈമില്ല. അപ്പൊ ഞാൻ ഇച്ചിരി മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ കേക്ക് ടിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പോവാനായിട്ട്. പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച പാത്രം ചൂടായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ആട്ടോ പ്രീ ഹീറ്റ് ചെയ്തത്. അതിലേക്ക് ബാറ്റർ വെച്ചെടുക്കാം. ഇനി ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. അതിനുശേഷം 25 മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വേണ്ട, എന്നാൽ ലോയിനേലും ഇച്ചിരിയും കൂടി കൂട്ടി വെക്കാം. കറക്റ്റ് 30 മിനിറ്റ് കൊണ്ട് എനിക്ക് എൻ്റെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കേക്ക് കുക്കായിട്ടുണ്ടെന്ന് അറിയാൻ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുക. അപ്പൊ ക്ലീൻ ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് കട്ട് ചെയ്യാം. പിറ്റേ ദിവസം കട്ട് ചെയ്താൽ മതി കേട്ടോ. അന്നൊക്കെ തന്നെ കട്ട് ചെയ്താൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. അതിന്റെ ശരിയായ ടേസ്റ്റ് വരാൻ 2 ദിവസം എടുക്കും. പിറ്റേന്ന് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞങ്ങളിവിടെ പിറ്റേന്ന് കട്ട് ചെയ്തത്. നല്ല സോഫ്റ്റ് ആട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല സ്പഞ്ചിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വീട്ടിലൊക്കെ വെറുതെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ മോൾ ഭാഗം അങ്ങനെ കട്ട് ചെയ്യലില്ല കേട്ടോ. അപ്പൊ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പീസുകൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലെ ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞത്. ഇത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. നമ്മൾ ഒന്നരാടം വെച്ച് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. 휴대폰을 먼저 보게 돼 참 많이 변했다는가 세상에서 제일 행복한 순간 Thank you.